ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ സോസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു സോസ് പാനിൽ ഞാൻ കുറച്ചേറെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ തക്കാളി, അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 തക്കാളിയാണ്. പിന്നെ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല കളറുള്ളത് നോക്കി എടുക്കണം. ഞാനിപ്പോൾ ഉള്ളതിൽ കളറുള്ളത് നോക്കി 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലൊരു തിള വരണം. ഇപ്പോൾ കണ്ട തിളയ്ക്കുമ്പം തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ അങ്ങ് വിട്ട് വരും. അതിനുശേഷം ഫ്ലെയിം ലോ ആക്കിയിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ ഒരു വെള്ളത്തിൽ തന്നെ ഒരു 5 മിനിറ്റ് വീണ്ടും ഇട്ടേക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതങ്ങ് മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മതി. അടുത്തായിട്ടൊരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട, ഇതുപോലൊരു വൈറ്റ് കളറായിട്ട് വന്നാൽ മതി. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് തക്കാളിയാണ്. അപ്പോൾ ഇത് പൊടിയായിട്ട് അരിഞ്ഞതിന് ശേഷം 1/2 കപ്പ് മെഷർ ചെയ്ത് ചേർത്താണ്. 1 കപ്പ് വരെ ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇത് 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. പറ്റുന്നിടത്തോളം തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ട തക്കാളി അത്യാവശ്യമൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മുൻപേ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി മിക്സിയിലിട്ട് അരച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ തൊലിയോട് കൂടി തന്നെയാണ് അരച്ചെടുത്തത്. തൊലി വേണമെങ്കിൽ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ചതച്ച മുളക്, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പോൾ കാശ്മീരി ചില്ലി ആണെങ്കിൽ അത്രയും നല്ലത്, നല്ലൊരു കളറ് കിട്ടും. 1 ടീസ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്, 1 ടീസ്പൂൺ പഞ്ചസാര. അപ്പോൾ ഈ ഒരു സോസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു മധുരവും ചെറിയൊരു പുളിപ്പും ചെറിയൊരു ഉപ്പിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി കലർന്ന ഒരു ടേസ്റ്റിലുള്ള നല്ലൊരു പിസ്സ സോസാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ കാണുന്നുണ്ടല്ലോ. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡ്രൈ ആക്കണം നിർബന്ധമില്ല. മുമ്പേ കാണിച്ച ആ ഒരു കൺസിസ്റ്റൻസിയിലാണെങ്കിൽ നമ്മൾക്കിത് എടുക്കാൻ ഇരിക്കുമ്പം കുറച്ചുകൂടെ കട്ടിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളി പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാവരും പിസ്സ സോസ് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.